യേശുക്രിസ്തുവിൽ ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിൽ വീണ്ടും എന്റെ സ്നേഹ വന്ദനങ്ങളെ ഈ സമയത്ത് ഞാൻ പ്രകാശിപ്പിക്കുന്നു. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം അതിന്റെ 7-ാം അധ്യായത്തിൽ നിന്ന് 36-ഉം 37-ഉം വാക്യങ്ങളെ ആസ്പദമാക്കി വേദ വിദ്യാർത്ഥികളുടെയിൽ വളരെയധികം സംശയം ജനിപ്പിച്ചിട്ടുള്ള ഒരു വാക്യാംശത്തിന്റെ വളരെ വ്യക്തതയുള്ള ഒരു മറുപടി ആണ് ഇന്നത്തെ ഈ ലൈവിൽ ഞാൻ പറയാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. ആദ്യമായി ഞാൻ ആ വാക്യം വായിച്ചു കേൾപ്പിക്കട്ടെ. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിന്റെ 36-ഉം 37-ഉം വാക്യങ്ങൾ. 36-ാം വാക്യം: എന്നാൽ ഒരുത്തൻ തന്റെ കന്യകയ്ക്ക് പ്രായം കടന്നാൽ താൻ ചെയ്യുന്നത് അയോഗ്യം എന്ന് നിരൂപിക്കുന്നു എങ്കിൽ അങ്ങനെ വേണ്ടി വന്നാൽ ഇഷ്ടം പോലെ ചെയ്യട്ടെ, അവർ ദോഷം ചെയ്യുന്നില്ല. അവർ വിവാഹം ചെയ്യട്ടെ, എങ്കിലും നിർബന്ധമില്ലാതെ തന്റെ ഇഷ്ടം നടത്തുവാൻ അധികാരമുള്ളവനും ഹൃദയത്തിൽ സ്ഥിരത ഉള്ളവനും ആയ ഒരുവൻ തന്റെ കന്യകയെ സൂക്ഷിച്ചുകൊള്ളുവാൻ സ്വന്തം ഹൃദയത്തിൽ നിർണയിച്ചുവെങ്കിൽ അവൻ ചെയ്യുന്നത് നന്ന്. അങ്ങനെ ഒരുത്തൻ തന്റെ കന്യകയെ വിവാഹം കഴിപ്പിക്കുന്നത് നന്ന്, വിവാഹം കഴിപ്പിക്കാതിരിക്കുന്നത് ഏറെ നന്ന്. ഈ വാക്യാംശത്തിൽ നിന്നാണ് ഞാൻ ഇന്ന് ചില ചിന്തകൾ, വിശേഷാൽ ഇതിന്റെ വചനപരമാകുന്ന വ്യാഖ്യാനം പറയാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. ഈ വാക്യാംശം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ ഒരു സംശയമുണ്ടാകുന്നു. ഒരുത്തൻ തന്റെ കന്യകയ്ക്ക് പ്രായം കടന്നു പോകുന്നു എന്ന് ചിന്തിച്ചാൽ അവൻ തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യട്ടെ, അവർ വിവാഹം കഴിക്കട്ടെ എന്നാണ് മലയാളം ബൈബിളിൽ എഴുതിയിട്ടുള്ളത്. എന്നാൽ അതിന്റെ ഇംഗ്ലീഷ് ഭാഷാന്തരം ഈ സമയത്ത് വായിച്ചു കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇംഗ്ലീഷ് ഭാഷാന്തരം വായിക്കുമ്പോൾ നമുക്ക് വാസ്തവത്തില് ആ വചനഭാഗത്തിൽ എന്താണ് പരിശുദ്ധാത്മാവായ ദൈവം ഉദ്ദേശിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് ഞാനിവിടെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 36-ാമത്തെ വാക്യം: ബട്ട് ഇഫ് എനി മാൻ തിങ്ക് that he behaveth himself uncomely toward his virgin, if she pass the flower of her age, and needs so require, let him do what he will. He sinneth not, let them marry. And nevertheless, he that standeth steadfast in his heart, having no necessity, but hath power over his own will, and hath so decreed in his heart that he will keep his virgin, doeth well. So then, he that giveth her in marriage doeth well, but he that giveth her not in marriage doeth better. ഇതാണ് വാക്യാംശം. ഈ വാക്യാംശമാണ് ഇപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിന്റെ 36-ഉം 37-ഉം വാക്യം വായിച്ചു കഴിഞ്ഞാൽ ഒരു പിതാവ് തന്റെ കന്യകയായ മകളെ വിവാഹം കഴിക്കട്ടെ എന്നാണ് പ്രഥമ ദൃഷ്ട്യാ വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 37-ാം വാക്യം ചേർത്ത് വായിക്കുമ്പോൾ അവർ വിവാഹം കഴിപ്പിക്കട്ടെ എന്നും പറഞ്ഞിട്ടുണ്ട്. ലെറ്റ് ഹിം ഗിവ് ഹെർ ഇൻ മാരേജ് എന്നും 36-ാം വാക്യത്തിൽ ലെറ്റ് ദം മാരി എന്നുമാണ് എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ട് ഈ ആശയക്കുഴപ്പം ഈ വാക്യത്തിന് ഉണ്ടാകുന്നു? ഇതിന്റെ ഗ്രീക്ക് ലെക്സിക്കൻ ഞാൻ കൃത്യമായി വായിച്ചു നോക്കിയപ്പോൾ മനസ്സിലാക്കിയ കാര്യമാണ് ഇവിടെ പറയാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. യഹൂദന്മാരുടെ ഇടയിൽ പരമ്പരാഗതമായി അവർക്കുണ്ടായിരുന്ന ഒരു ചിന്താഗതിയുമുണ്ട്. പ്രത്യേകിച്ച് ഒരു വീട്ടില് ചില പുത്രിമാർ, അതായത് ചില പെൺമക്കൾ ഒരു പിതാവിനുണ്ടായിരിക്കുക. പിതാവിനുണ്ടായാൽ ആ പെൺമക്കളിൽ ഇപ്പം ഒരു മകൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒന്നിലധികം മകളുണ്ടെങ്കിൽ അവരിൽ 1 or 2 പേരെ നിത്യ കന്യകമാരായി ആ വീട്ടിൽ സൂക്ഷിക്കുവാനുള്ള അധികാരം, അല്ലെങ്കിൽ അതിനുള്ള അനുമതി ഈ പിതാവിൽ നിക്ഷിപ്തമാണ്. ഇത് യഹൂദന്മാരുടെ കഷ്ടമാണ്. വേറെ ലോകത്തിൽ ഏതെങ്കിലും ജാതികൾക്കോ ജനതകൾക്കോ ഉണ്ടോ എന്ന് എനിക്ക് നിശ്ചയമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഉണ്ടായി കഴിഞ്ഞാൽ അവളെ കന്യകയായി നിത്യം സൂക്ഷിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ അധികാരം ആ പിതാവിൽ നിക്ഷിപ്തമാണ്. ഈ കുഞ്ഞ് ജനിച്ച് അവളെ കുറച്ച് മുമ്പോട്ട് വളർന്നു വരുമ്പോൾ ആ ഭവനത്തിന്റെ രക്ഷകർത്താവായി പിതാവ് തീരുമാനിക്കുകയാണ്, എന്റെ മകളെ നിത്യ കന്യകയായി കർത്താവിന് വേണ്ടി ഞാൻ വേർതിരിച്ചിരിക്കുന്നു, അവളെ വിവാഹം കഴിപ്പിക്കാൻ ഞാൻ തീരുമാനിക്കുന്നില്ല എന്ന് അദ്ദേഹം നിർണയം ചെയ്യുന്നു. അങ്ങനെ ചെയ്താൽ നന്ന്, അതിൽ പ്രശ്നമില്ല. എന്നാൽ
കുറെ കഴിയുമ്പോൾ ആ പെൺകുട്ടിയെ തന്നെ ഈ പിതാവ് നോക്കിയിട്ട് അവളെ കന്യകയായി നിലനിർത്തുന്നതിനേക്കാൾ നല്ലത് അവളെ വിവാഹം കഴിപ്പിച്ച് ഏതെങ്കിലും ഒരു പുരുഷനോട് ഏൽപ്പിക്കുന്നതാണ് നല്ലത് എന്ന് അദ്ദേഹത്തിന് തോന്നുന്നു. അങ്ങനെ അദ്ദേഹത്തിന് തോന്നിയാൽ അത് ഏറെ നല്ലത് എന്നാണ് 37 വാക്യം പറയുന്നത്. ഇനി ഞാൻ എന്റെ വിശദീകരണം പറയാം. ഒരു കന്യകയായി ഒരു പെൺകുട്ടിയെ പ്രതിഷ്ഠിക്കുക, കന്യകയായി വിവാഹം കൂടാതെ പാർക്കാൻ അവളെ പ്രതിഷ്ഠിക്കാനുള്ള അധികാരവും അവകാശവും പിതാവിൽ നിഷിദ്ധമായതുകൊണ്ട് പിതാവ് ഒരു നിർണയം പ്രസ്താവിച്ചു. എന്റെ ഈ മകളെ ഞാൻ വിവാഹം കഴിപ്പിക്കുന്നില്ല, അവളെ നിത്യകന്യകയായി എന്റെ ഭവനത്തിൽ ദൈവത്തിനു വേണ്ടി സൂക്ഷിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ആ പെൺകുട്ടി വളർന്നു വരികയും കൗമാരപ്രായം താണ്ടി യുവത്വത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ അവളിലുള്ള വിവാഹ താല്പര്യം, അല്ലെങ്കിൽ അവളുടെ മനസ്സിലും ശരീരത്തിലും അവൾ പ്രകടിപ്പിക്കുന്ന വൈവാഹികമാകുന്ന താല്പര്യം ഈ പിതാവ് കണ്ടിട്ട് ഇവളെ കന്യകയായി തന്നെ വീട്ടിൽ സൂക്ഷിക്കുന്നത് എന്നേക്കാൾ നല്ലത് ഏതെങ്കിലും ഉത്തമനായ ഒരു പുരുഷനോട് വിവാഹം കഴിപ്പിച്ചു വിടുന്നതാണ് എന്ന് ഈ പിതാവിന് തോന്നുന്നു. അങ്ങനെ തോന്നിയാൽ അദ്ദേഹത്തിന്റെ ആ തീരുമാനത്തിൽ തെറ്റില്ല എന്നാണ് ഇതിന്റെ ശരിയായ വ്യാഖ്യാനം. അങ്ങനെ ആ പിതാവ് എന്ത് ചെയ്യുന്നു? ആ പിതാവ് ഈ മകളെ കന്യകയായി പ്രതിഷ്ഠിച്ചതാണെങ്കിലും തന്റെ ആദ്യത്തെ തീരുമാനം മാറ്റിയിട്ട് അതിൽ നിന്ന് രണ്ടാമത്തെ തീരുമാനമായ വിവാഹം നടത്തി കൊടുക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് വരുന്നു. അങ്ങനെ ചെയ്താൽ നല്ലത് എന്നാണ്, ഏറെ നല്ലത് എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ട വിഷയം, ഈ കന്യകയെ നിത്യകന്യകയായി വീട്ടിൽ സൂക്ഷിക്കാനും അല്ല, അങ്ങനെ താൻ ചെയ്ത പ്രതിജ്ഞയിൽ നിന്ന് അവളുടെ ശാരീരികവും മാനസികവുമായിരിക്കുന്ന താല്പര്യങ്ങളും അടയാളങ്ങളും ലക്ഷണങ്ങളും വിലയിരുത്തി സ്നേഹനിധിയായ ഒരു പിതാവ് നിലയിൽ തന്റെ ആദ്യത്തെ തീരുമാനത്തിൽ നിന്ന് അദ്ദേഹം വഴുതി മാറി അവളെ വിവാഹം കഴിപ്പിക്കാനായിട്ടുള്ള ഒരു രണ്ടാം തീരുമാനം അദ്ദേഹം എടുക്കുന്നെങ്കിൽ അതിൽ അദ്ദേഹം തെറ്റ് ചെയ്യുന്നില്ല എന്നാണ് പൗലോസ് പറയുന്നത്. നാം മലയാളം ബൈബിൾ വായിക്കുമ്പോൾ 36 വാക്യം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത്, ഒരുവൻ തന്റെ കന്യകയ്ക്ക് പ്രായം കടന്നാൽ താൻ ചെയ്യുന്നത് അയോഗ്യം എന്ന് നിരൂപിക്കുന്നുവെങ്കിൽ അങ്ങനെ വേണ്ടി വന്നാൽ ഇഷ്ടം പോലെ ചെയ്യട്ടെ, അവർ ദോഷം ചെയ്യുന്നില്ല, അവർ വിവാഹം ചെയ്യട്ടെ എന്നാണ് എഴുതുന്നത്. എന്ന് വായിച്ചു കഴിഞ്ഞാൽ അപ്പൻ മകളെ വിവാഹം കഴിക്കട്ടെ എന്ന് ഉള്ള വാക്യമാണ് എന്ന് തോന്നും. ചില മുസ്ലിം സ്നേഹിതർ വേദപുസ്തകത്തിൽ തെറ്റുണ്ട്, പ്രമാദങ്ങളുണ്ട്, വേദപുസ്തകത്തിൽ മ്ലേച്ഛതയുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കുന്ന വാക്യങ്ങൾ ഒന്നാണ് ഈ 1 കൊരിന്ത്യർ 7:36 വാക്യം. എന്നാൽ അതിന്റെ ശരിയായ മൂലാർത്ഥം അങ്ങനെയല്ല, അവളെ വിവാഹം കഴിപ്പിക്കട്ടെ എന്നാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ പാലാ, നീലൂർ, നീണ്ടൂർ മുതലായ സ്ഥലങ്ങളിലും മറ്റനേക സ്ഥലങ്ങളിലും റോമൻ കത്തോലിക്കരായ ആളുകൾ അവരുടെ മിക്ക നല്ല തറവാട് ഭവനങ്ങളിലും 1-2 പുരോഹിതന്മാർ അവരുടെ വീട്ടിലെ മക്കളിൽ ഉണ്ടായിരിക്കും. അങ്ങനെ പുരോഹിതന്മാരുണ്ടായിരിക്കുന്ന വീടുകളിൽ കുറഞ്ഞപക്ഷം ഒരാളെങ്കിലും ഒരു കന്യാസ്ത്രീയായി പോയാൽ ആ വീട് ഏറ്റവും ധന്യമായി എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. അങ്ങനെയാണ് ഈ പാലാ പ്രദേശത്തൊക്കെ, പാലാ, നീലൂർ, നീന്തൂർ മുതലായ സ്ഥലങ്ങളൊക്കെ ധാരാളം കന്യാസ്ത്രീകൾ കത്തോലിക്ക സഭയിലെ സേവന തൽപരരാകുന്ന കന്യാസ്ത്രീകളായി ശുശ്രൂഷയിലുണ്ട്. അപ്പൊ അതൊരു വലിയ ഒരു 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 പ്രൗഢിയുള്ള വിഷയമായിട്ട് അവർ കണക്കാക്കും. അപ്പൊ അങ്ങനെ അവരെ ബാല്യത്തിൽ തന്നെ കന്യാസ്ത്രീയായി വിട്ടേക്കാം, അല്ലെങ്കിൽ കോൺവെന്റിൽ അവരെ അയച്ചേക്കാം, വിവാഹം കൂടാതെ അവർ പാർത്തുകൊള്ളട്ടെ എന്ന് മാതാപിതാക്കൾ തീരുമാനിക്കുന്നു. ഇത് തന്നെയാണ് യഹൂദ കുടുംബ പശ്ചാത്തലത്തിൽ പിതാവ് തീരുമാനിക്കുകയാണ്, എന്റെ മകളെ വിവാഹം കഴിപ്പിക്കുന്നില്ല, അവളെ കന്യകയായി ദൈവത്തിന് പ്രകീർഷിക്കുകയാണ് എന്ന്. പക്ഷേ കുറെ കഴിയുമ്പോൾ അവർക്ക് വൈകാരികമായിരിക്കുന്ന വ്യതിയാനങ്ങളിൽ കൂടെ വിവാഹ ജീവിതത്തിനുള്ള താല്പര്യം വർദ്ധിച്ചു വരുന്നതായിട്ടും അല്ലെങ്കിൽ അതിനുള്ള ലക്ഷണങ്ങൾ അവൾ കാണുന്നതായിട്ടും ഈ പിതാവിന് ബോധ്യമാകുന്നു. അങ്ങനെ വരുമ്പോൾ ആ പിതാവ് എന്ത് ചെയ്യണം? തന്റെ ആദ്യത്തെ തീരുമാനം മകളെ വിവാഹം കഴിപ്പിക്കുന്നില്ല, കന്യകയായി തന്നെ സൂക്ഷിക്കും എന്നുള്ള തീരുമാനത്തിന് അല്പം കൂടെ അയവ് വന്നിട്ട് അവളെ വിവാഹം കഴിപ്പിച്ച് ഒരു പുരുഷന്റെ കൂടെ ഏൽപ്പിക്കാനുള്ള രണ്ടാമത്തെ തീരുമാനം ഇത് പിതാവ് കൈക്കൊള്ളുന്നു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? അവളെ വിവാഹം കഴിപ്പിച്ച് വിടുവാൻ തീരുമാനിക്കുന്നു. അതാണ് 37 വാക്യം പറയുന്നത്. എങ്കിലും നിർബന്ധമില്ലാതെ തന്റെ ഇഷ്ടം നടത്തുവാൻ അധികാരമുള്ളവനും ഹൃദയത്തിൽ സ്ഥിരതയുള്ളവനും ആയ ഒരുവൻ തന്റെ കന്യകയെ സൂക്ഷിച്ചു കൊള്ളുവാൻ സ്വന്തം ഹൃദയത്തെ നിർണയിച്ചുവെങ്കിൽ അവൻ ചെയ്യുന്നത് നന്ന്. അങ്ങനെ ഒരുത്തൻ തന്റെ കന്യകയെ വിവാഹം കഴിപ്പിക്കുന്നത് നന്ന്, വിവാഹം കഴിപ്പിക്കാതിരിക്കുന്നത് ഏറെ നന്ന് എന്ന് പറയും. ഇവിടെ ഒരു കമ്പാരിഷനാണ് പറയുന്നത്. ഈ കന്യകയായി എടുത്ത പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചു വിടണ്ട എന്നുള്ളതായിരുന്നു തന്റെ ആദ്യത്തെ പ്രതിഷ്ഠയെങ്കിൽ ആ പ്രതിഷ്ഠയിൽ ഉറച്ചു നിൽക്കുന്ന മനുഷ്യൻ അദ്ദേഹം തീരുമാനിക്കുകയാണ്,
I have sworn before God that I will never arrange a marriage for my daughter who is a chaste virgin. അതുകൊണ്ട് അവൾക്ക് വിവാഹം വേണ്ട എന്നുള്ള സ്ഥിര നിർണയം അവൻ തീരുമാനിക്കുകയും അവൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നില്ല എന്ന് അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്താൽ അത് നല്ല കാര്യം. പക്ഷേ അവൻ മാറി ചിന്തിക്കുകയാണ്, അല്ല അവളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാം എന്ന് ചിന്തിച്ചാൽ അത് ഏറെ നല്ലത്, അത് ഏറ്റവും നല്ല കാര്യമാണ് എന്ന് പറയുന്നു. യാതൊരു നിലയിലും പിതാവ് മകളെ വിവാഹം കഴിക്കട്ടെ എന്നൊരാശയം ഇല്ല. അത് ബൈബിളിലെ ഭാഷാന്തരത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഈ 1 Corinthians 7:36 ഭാഷാന്തരത്തിൽ നമുക്ക് വന്ന ഒരു ചെറിയ പിശകാണ്, അല്ലാതെ അപ്പൻ മകളെ വിവാഹം കഴിക്കണം എന്നുള്ളത് അല്ല. എന്നോട് പല ആളുകളും കഴിഞ്ഞ നാളുകളിൽ ഈ വേദഭാഗത്തെക്കുറിച്ച് ഒരു വിശദീകരണം പറഞ്ഞു തന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ആവശ്യപ്പെട്ടു. ഞാൻ ആദ്യം പകല് ചിന്തിച്ചു, എന്നാൽ ഒരു ലേഖനമായി തന്നെ അങ്ങ് എഴുതാം, ഒരു ചോദ്യോത്തരമായിട്ട് തന്നെ അങ്ങ് എഴുതാം എന്ന് ചിന്തിച്ചു. എങ്കിലും ഒരു ലൈവായി അത് തന്നിരുന്നെങ്കിൽ നന്നായിരുന്നുവെന്ന് ചില ആളുകൾ വ്യക്തിപരമായി എന്നോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇപ്പോൾ ഇത് ലൈവായി ഈ വീഡിയോ നൽകുന്നത്. നിങ്ങൾ പല ആളുകൾക്കും ഈ വചനഭാഗത്തിലുള്ള ആശയക്കുഴപ്പം മാറിക്കിട്ടി എന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പൻ മകളെ വിവാഹം ചെയ്യട്ടെ എന്നല്ല, താൻ നിത്യകന്യയായി പ്രതിഷ്ഠിക്കുന്ന തന്റെ മകളെ വൈവാഹിക ജീവിതത്തിലുള്ള വൈകാരികമാകുന്ന പ്രകടനങ്ങൾ അവളിൽ പിതാവ് ബോധ്യപ്പെട്ടപ്പോൾ അവളെ മാന്യമായി വിവാഹം കഴിപ്പിച്ച് വേറൊരു പുരുഷന്റെ കൂടെ അയക്കട്ടെ എന്നാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. അല്ലാതെ വേദപുസ്തകത്തിൽ യാതൊരു മ്ലേച്ഛതയുമില്ല. പ്രത്യേകിച്ച് 1 Corinthians 7 അങ്ങനെയുള്ള യാതൊരു വിധമായ കാര്യങ്ങളും. ഇത് യഹൂദ കൾച്ചറിൽ ഇസ്രായേലിയ ഭവനങ്ങളിൽ മാത്രമുള്ള ഒരു തീരുമാനമാണ്. ഇതര സംസ്കാരങ്ങളിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നിട്ടുണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ച് എനിക്ക് വേണ്ടത്ര നിശ്ചയമില്ല. ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ഏകദേശമായ ഒരു ധാരണ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു എന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസുഹൃത്തും സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുമുള്ള. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.